വോട്ട് കൊള്ളയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണി യോഗത്തിൽ തീരുമാനമായി. വോട്ട് കൊള്ളയ്ക്കെതിരെ ചീഫ് ജസ്റ്റിസിന് കത്തയക്കും. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങി ജനകീയ പ്രശ്നങ്ങളിൽ സർവകക്ഷി യോഗം വിളിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ 25 പാർട്ടികളാണ് പങ്കെടുത്തത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉൾപ്പെടെ 5 വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. ये सहमति बनी कि एसआईआर, मतदाता सूची में हेरफेर तथा चुनाव की निष्पक्षता पर उठे गंभीर प्रश्नों के संबंध में भारत के माननीय मुख्य न्यायाधीश को एक पत्र भेजा जाएगा। दूसरा मुद्दा, लाखों विद्यार्थियों को प्रभावित करने वाले अनेक गंभीर मुद्दों की स्थिति को देखते हुए ये सर्वसम्मति से निर्णय लिया गया कि शिक्षा मंत्री को तत्काल इस्तीफे की हम मांग कर रहे हैं, वो इस्तीफा देना चाहिए। वर्तमान गंभीर आर्थिक स्थिति, बढ़ती बेरोजगारी, महंगाई, एट्रॉसिटीज और किसानों के मुद्दों को हम उठाते रहेंगे और जनों सरोकारों से जुड़े अन्य महत्वपूर्ण मुद्दों पर भी हम चर्चा किए हैं. These things. Our concern is the people distress. Entire meeting has discussed about the unemployment, price rise, NEET, CBSE exam leakages, everything. These are the people's issues. These are the issues of the people. You people, including media, want to divert the entire attention on behalf of Union government. They are completely, our discussion is on the basis. There is a unanimity on these things. We will fight it out. ഡി ധനസുമോദ് ചേരുകയാണ് വിവരങ്ങളുമായി. ധനസുമോദ്, കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ അദ്ദേഹം പറയുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് മുന്നിലെത്തിക്കാനും അതിന് പരിഹാരം കാണാനുമാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്, അതിന് വേണ്ടി ഞങ്ങൾ പൊരുതും എന്ന് പറയുകയാണ്. ഇന്നിപ്പോൾ വോട്ട് കൊള്ളയ്ക്കെതിരെ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധം വേണം എന്നാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങളിൽ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ സർവകക്ഷി യോഗം വിളിക്കണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേണം എന്നുള്ളൊരു ആവശ്യം. അതെങ്ങനെ എത്തിക്കാം, അതെങ്ങനെ വളരെ സജീവമായി നിലനിർത്താം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. സുമോദ്. മഹേഷ് പോലൂർ, പൊതുവെ ഇന്ത്യ സഖ്യ യോഗം നടത്തി കഴിയുമ്പോൾ വരാനിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു ആസൂത്രണമാണ് ചെയ്യാറുള്ളത്. പക്ഷേ പതിവിൽ നിന്ന് വിരുദ്ധമായി വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തീയതി പ്രഖ്യാപിക്കുകയോ പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യുകയല്ല ചെയ്തത്. ആദ്യം ഇന്ത്യ മുന്നണിയിലെ അന്തഛിദ്രം ഒഴിവാക്കുക, മുന്നണിയിലെ പല പാർട്ടികളും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്, ഇത് പറഞ്ഞു തീർക്കുക എന്നുള്ളതായിരുന്നു ആദ്യ അജണ്ട. അതനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള CPM അടക്കമുള്ള പാർട്ടികൾ, ദേശീയ നേതാക്കളായ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും എല്ലാം കേരളത്തിലെത്തി CPM-ഉം BJP-യും ഡീൽ തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ബ്രിട്ടാസ്, CPM പ്രതിനിധിയായി എത്തിയ ജോൺ ബ്രിട്ടാസ് തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് കേരളം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇതെല്ലാം പറയേണ്ടി വന്നത്. കാരണം UDF-ഉം LDF-ഉം തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം. അവിടെ BJP ഒരു പ്രധാനപ്പെട്ട ശക്തിയല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത്. അങ്ങനെ പല പാർട്ടികളും കോൺഗ്രസുമായിട്ടുള്ള വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ച് JMM ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവിടെ രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ തീരുമാനമുണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് തീർക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ DMK യോഗത്തിലെത്താതിരുന്നത് ശരിയായില്ല. മാത്രമല്ല, DMK പുറത്തു പോകാനുണ്ടായ ഒരു സാഹചര്യം ഒഴിവാക്കണമായിരുന്നു എന്നുള്ള ചർച്ച വന്നു. മാത്രമല്ല, ഇനി അടുത്ത യോഗത്തിനായാലും DMKയെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം TVക്ക് ഈ ഇന്ത്യ സഖ്യ പാർട്ടിയായി പരിഗണിക്കണം എന്നുള്ള ചർച്ച ആരും ഉന്നയിച്ചില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രധാനമായും 5 തീരുമാനങ്ങളാണ് എടുത്തത്. ഇതിൽ
ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ തീരുമാനം SIR നടപടികൾ മൂലം കോടിക്കണക്കിന് പേരുടെ വോട്ടാണ് വെട്ടിമാറ്റപ്പെട്ടത്. ഇതിൽ വലിയ തരത്തിലുള്ള ആശങ്ക അറിയിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസിന്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കത്ത് നൽകാനായിട്ടാണ് തീരുമാനിക്കുന്നത്. 25 പാർട്ടികളും അവരുടെ നേതാക്കന്മാരും ഒപ്പിട്ട കത്തായിരിക്കും അവരുടെ അഭിപ്രായ വ്യത്യാസം. തുറന്നു പറഞ്ഞുകൊണ്ട് വോട്ട് മോഷണം ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല, ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കുകയാണ് ആദ്യത്തെ പടി. രണ്ടാമത്തത് നീറ്റ്, CBSE തുടങ്ങിയ പരീക്ഷകളുടെ ക്രമക്കേടിൻ്റെ ചുമതല ഏറ്റുകൊണ്ട്, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് രാജ്യം നേരിടുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കർഷക പ്രശ്നങ്ങൾ, ഇതെല്ലാം തുറന്ന് ചർച്ച ചെയ്യാനായി പ്രത്യേക സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചുകൂട്ടണം എന്നുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ മുന്നണി ഇനി സ്വയം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മാർഗങ്ങളാണ് ഇനി 2 എണ്ണം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ എല്ലാ 2 മാസം കൂടുമ്പോഴും ഇന്ത്യ കക്ഷികൾ യോഗം ചേരണം എന്നുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി ആദ്യത്തെ യോഗം നടക്കുന്നത് ഓഗസ്റ്റ് 8-നായിരിക്കും. അത് ഹൈദരാബാദിൽ വെച്ച് യോഗം ചേരാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ തീരുമാനം, ഈ മൺസൂൺ സെഷനാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അന്ന് തീരുമാനിക്കേണ്ട ഏത് തരത്തിലുള്ള അജണ്ടയാണ്, സമരങ്ങളാണ് എന്നുള്ളൊരു കാര്യത്തിൽ ആസൂത്രണം ചെയ്യണം. കാര്യം ഫ്ലോർ മാനേജ്മെൻറ്റ് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയപ്പോഴെല്ലാം വലിയ വിജയമാണ് പ്രതിപക്ഷ കക്ഷികളെ തേടി വന്നത്. കാര്യം സ്ത്രീ സംവരണത്തിൻ്റെ മറവിൽ ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവരാനാണ് BJP ശ്രമിച്ചത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു വിജയമായിരുന്നു. ഇത്തരത്തിലുള്ള വിജയം ആവർത്തിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളൊരു കാര്യം